+2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഫോറിൻ കൺട്രീസിൽ ഇനി പുതിയ കോഴ്സ് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിലവിലെ യുദ്ധ സാഹചര്യം എല്ലാവർക്കും അറിയാം. അപ്പം അത് വെച്ചിട്ട് ഇപ്പം നമുക്ക് ഒരു ഫോറിൻ കൺട്രിയിലോട്ട് പോകുന്നത് ഇപ്പം ജോലി ഉള്ളവർക്കാണെങ്കിലും അവിടെ സ്റ്റേ ഉള്ളവർക്കാണെങ്കിലും എല്ലാവർക്കും റിസ്ക് തന്നെയാണ്. പല സ്റ്റഡി ഏജൻസീസും അല്ലെങ്കിൽ എബ്രോഡ് സ്റ്റഡീസ് ഏജൻസികളും കുട്ടികളെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ അഡ്മിഷൻസ് പോകാതിരിക്കാനായി അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ സീറ്റ് ഫില്ലായി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ രൂപയുടെ വിനിമയ നിരക്ക് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡോളറിനെ സംബന്ധിച്ച് 90-ന് മുകളിൽ പോയിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ. ഞാൻ ഈ പറയുന്നത് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പോകുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ലോണിന്റെ തിരിച്ചടവിനൊക്കെ ഇത് വളരെ ഭയങ്കരമായിട്ട് ബാധിക്കും. 15 ലക്ഷം എന്നൊക്കെ പറയുന്ന കോഴ്സ് ചിലപ്പോൾ 20 ലക്ഷത്തിന് നിൽക്കാതെ വരും. ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യം വെച്ചിട്ട് ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. സോ എബ്രോഡ് പോകാൻ നോക്കി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും അതിനുവേണ്ടി കുറച്ച് കാലം വെയിറ്റ് ചെയ്യുക. എന്താണ് ലോകം ഏത് രീതിയിലാണ് ഇത് കൺവേർട്ട് ചെയ്യപ്പെടുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ കാര്യമുണ്ട്, ഒരു പാൻഡമിക് സിറ്റുവേഷനിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനർജി ബ്രേക്ക് ഡൗൺ ആയിരിക്കും വരുന്നതെങ്കിൽ കൂടി നമുക്ക് എന്താ പറയുന്നത് ഒരു കോവിഡ് പോലുള്ള ഒരു സാഹചര്യത്തിലോട്ട് ഷട്ട് ഡൗണിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ റെഡി പൈസയൊക്കെ കൊടുത്ത് കയ്യിൽ ക്യാഷ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവരാണെങ്കിൽ ഫേക്ക് കമ്മിറ്റ്മെന്റ്സിൽ വീഴാതിരിക്കുക. ഓക്കെ, താങ്ക് യു.